വൈകിട്ട് ഒരു 4:15 കേട്ടോ ഈ ഒരു കേക്കിന് ഡെലിവറി ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഞ്ജലി ആയിരുന്നു കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. 4:15 ആകുമ്പോഴത്തേന് കടമനാട് വന്നാൽ മതി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ കാര്യത്തിൽ ഒരു 4:10 ആയപ്പോഴത്തേന് കേക്കെല്ലാം നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തു വണ്ടിയിൽ കൊണ്ടുവച്ചു. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി, പക്ഷേ എന്തോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ആദ്യമായിട്ടാട്ടോ എനിക്ക് ഇങ്ങനെ പറ്റുന്നത്. കുറേ തവണ നോക്കി, ഒട്ടും സ്റ്റാർട്ടാവുന്നില്ല. അവസാനം കിക്കറടിക്കാനുള്ള ഗട്ട്സ് എനിക്കില്ല. എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് കിക്കറടിച്ച് നോക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരത്തില്ല, പിള്ളേരാരും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കൊണ്ടുകൊടുക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അവസാനം ഞാൻ അഞ്ജലിയെ വിളിച്ച് കാര്യം പറഞ്ഞു. എടാ ഇങ്ങനെയാണ്, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അവസാനം പിന്നെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. പുള്ളിക്കാരി ഇവിടെ വന്ന് കേക്ക് എടുത്തുകൊണ്ട് പോയി. അതെന്തായാലും കാര്യമായി. ഇല്ലായിരുന്നേ ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം അപ്പം വന്ന് നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. കിക്കറടിച്ച് നോക്കി, അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എന്ത് പറ്റി എൻ്റെ വണ്ടിക്കെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് കണക്ക് കൂട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് വണ്ടി വാങ്ങിയിട്ട് ഒരു 7 കൊല്ലത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നു. ഇതുവരെ എനിക്ക് വണ്ടി അങ്ങനെയുള്ള പണികളൊന്നും തന്നിട്ടും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വണ്ടി അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ വന്ന് നോക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ചുമ്മാ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയതാണ്. പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടായി. എന്താണ് ഇന്നലെ വണ്ടിക്ക് പറ്റിയതെന്ന് എനിക്ക് എന്നിട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോഴും വണ്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ അവസാന നിമിഷം ഇങ്ങനൊരു പണി തന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും വണ്ടിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.